അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 25-ാം യൂണിറ്റ് ആയിട്ടുള്ള മോഡേൺ അറബിക് പോയട്രിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ പാഠഭാഗത്തിൽ അഹമ്മദ് ഷൗക്കിയെക്കുറിച്ചും ഹാഫിസ് ഇബ്രാഹിം, മഅറൂഫ് റസാഫി ഈ മൂന്ന് പേരെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ അഹമ്മദ് ഷൗക്കിയും ഹാഫിസ് ഇബ്രാഹിമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. അതേപോലെ തന്നെ മഅറൂഫ് റസാഫിയും ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലും ഷൗക്കിയും ഹാഫിസ് ഇബ്രാഹിമുമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഷൗക്കിയുടെ ഗാബു ബോലൂൻ എന്ന് പറയുന്ന ഒരു കസീദയും അതേപോലെ തന്നെ ഹാഫിസ് ഇബ്രാഹിമിൻ്റെ അൽ-ലുഗത്തുൽ അറബിയ്യ എന്ന് പറയുന്ന ഈ രണ്ട് കവിതകളും, ഈ രണ്ട് കവിതയെ നമുക്ക് ടോട്ടൽ കവിതകളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള കവിതകളൊക്കെ, ബാക്കിയുള്ള 26-ാം യൂണിറ്റിലും 27-ാം യൂണിറ്റിലുള്ള കവിതകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഏതായാലും ടോട്ടലായിട്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഷൗക്കിയെയും അതേപോലെ തന്നെ ഹാഫിസ് ഇബ്രാഹിമും അവരുടെ രണ്ടുപേരുടെയും കവിതകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഅറൂഫ് റസാഫിയുടെ ബയോഗ്രഫിയും ചെറിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കവിത അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. പിന്നീട് നമുക്ക് അഹമ്മദ് ഷൗക്കിയുടെ പാഠത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അഹമ്മദ് ഷൗക്കിയുടെ ബയോഗ്രഫി നമുക്ക് ആദ്യം നോക്കി തുടങ്ങാം. 1868 കൈറോയിലെ ഖദീവി ഇസ്മായിലിൻ്റെ കാലഘട്ടത്തിൽ ഒരു മിക്സഡ് ഫാമിലിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു കുർദിയും ഉമ്മ തുർക്കിയുമാണ്. അതേപോലെ തന്നെ ഉപ്പാൻ്റെ ഉമ്മയാണെങ്കിൽ ഷർക്കസിയെയും അതേപോലെ തന്നെ ഉമ്മാൻ്റെ ഉമ്മയാണെങ്കിൽ യുനാനിയുമാണ്. അങ്ങനെ ഒരു മിക്സഡ് ഫാമിലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 4 വയസ്സുണ്ടാകുമ്പോൾ അദ്ദേഹം പ്രൈമറി സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് മദ്രസ തജ്ഹീസിയയിലേക്കും പിന്നീട് 15-ാം വയസ്സിൽ അദ്ദേഹം മദ്രസത്തുൽ ഹഖൂഖ് അഥവാ സ്കൂൾ ഓഫ് ലോ നിയമങ്ങൾ പഠിക്കാൻ അദ്ദേഹം പോകുന്നുണ്ട്. പിന്നീട് മദ്രസ തർജുമയിലും അദ്ദേഹം പഠിക്കുന്നുണ്ട്. 1887 അന്നത്തെ കാലത്ത് ഹദീവി എന്നുള്ള ഒരു പൊസിഷൻ ആണെന്ന് തോന്നുന്നു, ഹദീവി ആയിരുന്നുള്ള ഹദീവി തൗഫീഖിന്റെ ചെലവിൽ അദ്ദേഹം ഫ്രഞ്ചിലേക്ക് ലോ പഠിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ടൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അൾജീരിയ അഥവാ അൽജസായറിലേക്കും അദ്ദേഹം പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഫ്രഞ്ചിലേക്ക് തന്നെ തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ഈ 2 വർഷത്തെ പഠനം പൂർത്തിയാക്കി. അങ്ങനെ 1891 അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം വന്ന അതേ വർഷം തന്നെ അന്നത്തെ കാലത്ത് ഹദീവി തൗഫീഖ് മരണപ്പെടുന്നുണ്ട്. പിന്നീട് സ്ഥാനത്ത് വരുന്നത് അബ്ബാസ് ഹിൽമിയാണ്. അബ്ബാസ് ഹിൽമിയുടെ അടുക്കൽ ഷൗക്കിക്ക് വളരെയധികം പ്രാധാന്യമൊന്നും കിട്ടിയില്ല. ഷൗക്കിയെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. പിൻകാലത്ത് അബ്ബാസ് ഹിൽമി ഈ ഷൗക്കിയെ തൻ്റെ കോർട്ടിലെ ഷായറാക്കി, അഥവാ ഷായറുൽ ബുലാത്ത് എന്ന് പറയും, കോർട്ടിലെ ഷായറാക്കിയിട്ട് സ്ഥാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഹദീവി അബ്ബാസിൻ്റെ ദീവാനിൽ അദ്ദേഹത്തിനൊരു അൽ ഖലമുൽ ഫറഞ്ചി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ റയീസായിട്ടും ഷൗക്കിയെ സ്ഥാനത്ത് കൊണ്ടുവരുന്നുണ്ട്. 1894 യൂറോപ്പിലേക്കുള്ള ഒരു സംഘത്തിൽ ഷൗക്കിയെ അബ്ബാസ് പറഞ്ഞയക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഈ അബ്ബാസിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓറിയന്റലിസ്റ്റുകളുടെ കോൺഫറൻസിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട്. പിന്നീട് 1915 അബ്ബാസുൽ ഹൽമി സ്ഥാനഭ്രഷ്ടനാവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെല്ലാം പോയി. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടു. ഭരണത്തിൽ വന്നത് ഹുസൈൻ കാമിലായിരുന്നു. ഹുസൈൻ കാമിൽ ഷൗക്കിയെ വളരെ നല്ല രീതിയിലൊന്നും പരിഗണിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ സ്ഥാനഭ്രഷ്ടനായിട്ടുള്ള അബ്ബാസിൻ്റെ കവിയായിരുന്നല്ലോ നമ്മുടെ അഹമ്മദ് ഷൗക്കി. അത് കാരണത്താൽ തന്നെ ഇദ്ദേഹത്തിനെ ഹുസൈൻ കാമിൽ സ്പെയിനിലേക്ക് നാട് കടത്തുകൂടെ ചെയ്യുന്നുണ്ട്. സ്പെയിൻ അറബിയിൽ ഇസ്മാനിയ എന്നാണ് പറയുക. പിന്നീട് അദ്ദേഹം 1-ാം ലോക മഹായുദ്ധം കഴിയുന്നത് വരെ അദ്ദേഹം ബാഴ്സലോണയിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം പിന്നീട് മിസ്രിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വന്ന സമയത്ത് ഈജിപ്തിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആകെ മാറിയിരുന്നു. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ ഒരു സ്ഥാനവും ലഭിച്ചില്ല. കൊട്ടാരവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു. അദ്ദേഹം സ്വൈഫ് കാലഘട്ടത്തിലൊക്കെ തുർക്കിയിലേക്കും അതേപോലെ തന്നെ യൂറോപ്പിലേക്കൊക്കെ യാത്രകൾ ചെയ്യുമായിരുന്നു. പിന്നീട് അദ്ദേഹം മജ്ലിസു ശുയൂഖ് അഥവാ ഈ സെനറ്റിലെ ഒരു അംഗമാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ആ ഒരു കാര്യങ്ങളിലൊക്കെ വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വ്യാപൃതനായി. അങ്ങനെ അദ്ദേഹം അറേബ്യയിൽ തന്നെ, പ്രത്യേകിച്ചും സിറിയയിലും ലബനാനിലൊക്കെ അദ്ദേഹം വളരെയധികം ഫേമസ് ആവുകയും ചെയ്തു. 1927 നടന്നിട്ടുള്ള ദാറുൽ ഔബ്ര മിൽക്കിയ എന്ന് പറയുന്ന അഥവാ റോയൽ ഒപ്പേര ഹൗസിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അമീർ ഷ്വാറ എന്നുള്ള സ്ഥാനപ്പേര് നൽകുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും കവിതകൾ എഴുതാനായിരുന്നു ചെലവഴിച്ചിരുന്നത്. അതിനിടയിൽ അദ്ദേഹം ചെറിയ രീതിയിലൊക്കെ ചില നോവലുകളും ഡ്രാമകളൊക്കെ എഴുതുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആസാർഹു ഫിഷിയരി
അദ്ദേഹത്തിൻ്റെ ആസാർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഷൗക്കിയാത്ത് എന്നറിയപ്പെടുന്ന ഏകദേശം 4 വാള്യങ്ങളുള്ള ഒരു വലിയ ദീവാൻ തന്നെ അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ ഷെരിയായിട്ടുള്ള മസ്രഹയാത്ത് ഷെരിയ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പദ്യരൂപത്തിലുള്ള ഡ്രാമകൾ. ഈ ഡ്രാമകൾ അദ്ദേഹത്തിന് 6 മസ്രഹയാത്ത് ഷെരിയ അദ്ദേഹത്തിനുണ്ട്. അതിൽ 5 എണ്ണവും മാസായിരുന്നു, അഥവാ ട്രാജഡി ആയിരുന്നു. അത് പേരോടെ കൊടുത്തിട്ടുണ്ട്: മസ്രോ ക്ലിയോപാട്ര, മജ്നൂൻ ലൈല, കം ബീസ്, അലിയ ബിക്കൽ കബീർ, അൻതറ എന്നുള്ളതാണ്. അതേപോലെ തന്നെ 1 മൽഹാത്തുമായിരുന്നു. മൽഹാത്ത് എന്ന് പറഞ്ഞാൽ കോമഡി. അത് അസിത്തു ഹുദ എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിന് നെസ്ർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് 3 നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1 ഒദറാഉൽ ഹിന്ദ്, 2 ലാദിയാസ്, 3 വറക്കത്ത് ആലാസ്. ഇങ്ങനെ 3 നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1932 അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് മക്കാലാത്തുകൾ, ഒരുപാട് ആർട്ടിക്കിളുകൾ അസ്വാഖുൽ ലഹബ് എന്ന് പറയുന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്വാതന്ത്ര്യം, രാജ്യം, അതേപോലെ തന്നെ സുയസ് കനാല്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഷായരിയത്ത് നോക്കുകയാണെങ്കിൽ അഹമ്മദ് ഷൗക്കി പ്രധാനമായിട്ടും ഒരു ഷായറു തക്ലീദായിരുന്നു, അഥവാ ഒരു ക്ലാസിക് പോയറ്റ് ആയിരുന്നു അദ്ദേഹം ഈ ക്ലാസിക്കിലുള്ള അതേപോലെ തന്നെ തക്ലീദിയത്തിലുള്ള എല്ലാ ഭാഷകളിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം മദ്ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴ്ത്തിയിട്ടുള്ള കവിതകൾ, റസാകൾ, വസലുകൾ, ഫഖറുകൾ, ഹംറകൾ, അങ്ങനെയുള്ള അതൊക്കെ കവിതകളുടെ ഓരോ ഐറ്റങ്ങളാണ്. ഒന്ന് മദ്ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിച്ച് പറയുക, റസ എന്ന് പറഞ്ഞാൽ അനുശോചിച്ച് പറയുക, വസൽ എന്ന് പറഞ്ഞാൽ പ്രേമകാവ്യങ്ങൾ, അങ്ങനെയുള്ള ഫഖർ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയുന്നത്, ഹംറ എന്ന് പറഞ്ഞാൽ ഒരു മത്ത് പിടിച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കവിത. ഈ എല്ലാ കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗാബു ബോലൂൻ കസീദത്തു ഗാബു ബോലൂൻ എന്നാണ് ഇതിന്റെ പേര്. ഗാബു ബോലൂൻ എന്ന് പറയുന്നത് ഫ്രാൻസിലുള്ള ഒരു പബ്ലിക് പാർക്കാണ്. ഏകദേശം 8 കിലോമീറ്റർ സ്ക്വയറുള്ള ഒരു പാർക്കാണ്. അത് ഒരു റൊമാൻറ്റിക് പ്ലേസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു പാർക്ക് കൂടിയാണ് ഗാബു ബോലൂൻ എന്നുള്ളത്. ഈ ഗാബു ബോലൂനെ വിളിച്ചുകൊണ്ട് ഒരു ഗാബു ബോലൂനോട് സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ കവിത പറയുന്നത്. ഈ കവിതയുടെ ബാക്ക് ഭാഗത്ത് അതിൻ്റെ വേർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് മുന്നോട്ട് പോകുന്നത്. യാ ഗാബു ബോലൂൻ വലി ദിമൂൻ അലൈക വലി ഒഹൂദുൻ. ഓ ഗാബു ബോലൂനെ, എനിക്ക് നിന്റെ മേൽ ഒരുപാട് അവകാശങ്ങളും ഒരുപാട് കരാറുകളുമുണ്ട്. അഥവാ നീ എനിക്ക് ഒരുപാട് കരാറുകളും ഒരുപാട് അവകാശങ്ങളും നീ എനിക്ക് നൽകാനുണ്ട്. സമരുൻ തഖല്ലാലിൽ ഹവ വലനാ ബിദില്ലിക്. നിന്റെ മരങ്ങളുടെ തണലിലായി, അതിൻ്റെ നിഴലിലായി ഞങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള സമയങ്ങൾ. ഹൽ യൗദു, അതൊക്കെ ഇനി തിരിച്ചു വരുമോ? അതൊന്നും തിരിച്ചു വരില്ല എന്നറിയാം. ആദ്യം എന്താണ് അൽ തൗദു, അതൊക്കെ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണ്. അതെല്ലാം ഇന്ന് ഒരു ഓർമ്മകളായിട്ട് ബാക്കിയായി. ഹൽമുൻ ഉരീദു റുജൂഅഹു വറുജൂഉ അഹ്ലാമി ബഈദു. അതൊക്കെ ഞാൻ മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സ്വപ്നങ്ങളാണ്. പക്ഷേ വറുജൂഉ അഹ്ലാമി ബഈദു, എൻ്റെ സ്വപ്നങ്ങളൊക്കെ മടങ്ങി വരിക എന്നുള്ളത് വളരെ വിദൂരമാണ്. കാരണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക എന്നുള്ളത് തന്നെ വളരെയധികം വിരളമാണ്. പിന്നെ എങ്ങനെയാണ് അതൊക്കെ തിരിച്ചു വരിക? ആ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വഹബി സമാന ആദഹ, ഇനി നീ സങ്കല്പിച്ചോ, അസമാന ആദഹ, കാലം തിരിച്ചു വന്നു എന്ന് നീ വിചാരിച്ചോ. പക്ഷേ ഹല്ലി ഷബീബത്തിമായി യുവൈദു, പക്ഷേ എൻ്റെ യുവത്വം അത് തിരിച്ചു വരുമോ? അഥവാ ഈ കാലം പിന്നോട്ട് തിരിച്ചു വന്നാലും എൻ്റെ ഈ വൃദ്ധനായിട്ടുള്ള ഞാൻ, എൻ്റെ ഈ വൃദ്ധമായിട്ടുള്ള ശരീരം, ആ ശരീരം യുവത്വത്തിലേക്ക് തിരിച്ചു പോകുമോ? ഇല്ലല്ലോ. യാ ഗാബു ബോലൂൻ വബി വജുദുൻ. ഓ ഗാബു ബോലൂനെ, എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. മാ ദിക്ര യസീദു, അത് നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിങ്ങനെ അധികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹഫഖത് ലിറുയതിക ളലൂഉ, നിന്നെ കാണുന്ന സമയത്ത് എൻ്റെ വാരിയല്ലുകളെല്ലാം ഇങ്ങനെ ഇളകുന്നുണ്ട്. അതേപോലെ തന്നെ വസുൽസിലൽ ഖൽബുൽ അമീദു, എൻ്റെ അവലംബമായിട്ടുള്ള നിന്നോടുള്ള സ്നേഹം നിറഞ്ഞിട്ടുള്ള എൻ്റെ ആ ഹൃദയം അതിങ്ങനെ പിടയ്ക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഷായർ നമ്മുടെ ഷൗക്കി അദ്ദേഹത്തിന് ഈ ഗാബു ബോലൂനോട് കൂടെയുള്ള ഗാബു ബോലൂനോടുള്ള ആ ഒരു സ്നേഹം അതിങ്ങനെ പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. ഞാൻ ഇന്ന് അറിയുന്നതിൽ നിന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള കഠിന ഹൃദയമുള്ള ആള് നീയാണ്. അങ്ങനെയാണ് ഞാൻ ഇന്ന് നിന്നെ കാണുന്നത്. ഫമാ തമീലു വലാ തമീദു, നീ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയോ അതേപോലെ തന്നെ ഇളകുകയോ ഇല്ല. അഥവാ ഇന്ന് കാണുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും നീ മാറ്റുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ സ്വപ്നങ്ങളൊന്നും, ഈ കാലം തിരിച്ചു വരിക എന്നുള്ള സ്വപ്നങ്ങളൊന്നും നീ യാഥാർത്ഥ്യമാക്കുകയുമില്ല.
കം യാ ജമാദു കസാവത്തൻ, ഓ കഠിന ഹൃദയത്താൽ നിർജീവമായവളെ. അഥവാ ഇവളെന്താണ്, ഈ ഓബുപോലൂൻ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും അവൾ ഓബുപോലൂൻ എനിക്ക് സ്നേഹം തിരിച്ചു തരുന്നില്ല. അപ്പോൾ കഠിന ഹൃദയത്താൽ ഒരു നിർജീവമായിട്ടുള്ള വസ്തുവിനെ പോലെയാണ് ഓബുപോലൂൻ. ഇപ്പോൾ ഓബുപോലൂൻ എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തു തന്നെയാണ്. പക്ഷേ എന്താണ്, ഇതൊരു ജീവനുള്ള വസ്തുവിനെ പോലെയാണല്ലോ ഇതിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഓബുപോലൂൻ ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടും ഇങ്ങോട്ട് എനിക്ക് സ്നേഹം തരുന്നില്ല, അതുകൊണ്ടാണ് നിർജീവമായ വസ്തു എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ കംഹാക്കഥ അബദൻ ജഹൂദു, എന്തിനാണ് നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിഷേധിക്കുന്നത്? അഥവാ നിന്റെ നിഴലിൽ, നിന്റെ തണലുകളിൽ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ള ആ നല്ല നല്ല ദിവസങ്ങൾ, ആ ദിവസങ്ങളെ നീ എന്തിനാണ് ഇങ്ങനെ നിഷേധിക്കുന്നത്? അല്ലാതെ കർത്ത സമാന കുന്ന, നമ്മൾ അങ്ങനെ ആയിരുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു സമയം നീ ഓർക്കുന്നില്ലേ? അന്ന് ഞങ്ങൾ എന്താണ് എല്ലാ ദിവസവും നിന്റെ അടുക്കിലേക്ക്, ഈ ഒരു പാർക്കിലേക്ക് വരുമായിരുന്നല്ലോ. ആ ദിവസങ്ങളെ നീ ഓർക്കുന്നില്ലേ? സമാന കുന്നാൻ നുരീതു, അന്നത്തെ കാലം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയായിരുന്നു. അഥവാ അന്നത്തെ കാലത്ത്, ആ യുവത്വ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് വാർദ്ധക്യത്തിലെത്തുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു കാലഘട്ടത്തെ നീ ഓർക്കുന്നില്ലേ? നത്വി ഇലൈക ദുജൽ ലയാലി, രാത്രിയുടെ ഇരുട്ടുകളിൽ ഞങ്ങൾ നിന്നിലേക്ക് വരാറുണ്ടായിരുന്നു. നിന്നിൽ ഞങ്ങൾ എന്താണ് ഉറക്കമൊഴിച്ച് ഈ പാർക്കിൽ ഞങ്ങൾ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. വദ്ദുജ അന്ന യദൂബു, ആ രാത്രിയുടെ ഇരുട്ട് ഞങ്ങളെ തൊട്ട് ഉരുകി ഒലിച്ചു പോകുമായിരുന്നു. അഥവാ ഒരുപാട് രാത്രികൾ എന്താണ് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട്, ഇദ്ദേഹം ഫ്രാൻസിലുണ്ടായിരുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട്, അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരുമായിട്ട് ഈ ഓബുപോലൂനിൽ രാത്രി സമയങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാൻ പോകുമായിരുന്നു. ഫനഖൂലു ഇൻദക മാ നഖൂലു, ഞങ്ങൾ നിന്റെ അടുക്കൽ ഒരുപാട് പറയുന്ന കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഞങ്ങൾ നിന്റെ അടുക്കൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. വലൈസ ഗൈറക മൻ യുഈദു, നീ അല്ലാത്ത മറ്റാരും അത് അറിയുകയുമില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ ഈ ഒരു പാർക്കിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിനക്കും ഞങ്ങൾക്കും മാത്രമേ അറിയുകയുള്ളൂ. നുത്കി ഹവൻ വ സ്വഭാവത്തുൻ, എൻ്റെ സംസാരം എപ്പോഴും സ്നേഹവും പ്രണയവുമായിരുന്നു. വ ഹദീസുഹ, അവളുടെ സംസാരം അഥവാ ഇദ്ദേഹത്തിൻ്റെ കാമുകിയുടെ സംസാരം, വത്തുൻ വാഴുതു, അതൊരു മ്യൂസിക് ഉപകരണം പോലെയായിരുന്നു. അഥവാ അവളുടെ സൗന്ദര്യം കാരണത്താൽ അവളുടെ സംസാരം ഇദ്ദേഹത്തിന് ഒരു സംഗീതം പോലെയായിരുന്നു തോന്നിയിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാമുകിയുമായിട്ട് ഈ രാത്രി സമയങ്ങളിലൊക്കെ ഈ പാർക്കിൽ പോയി ചെന്നിരിക്കുന്ന സമയത്ത് ഇവരുടെ സംസാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം എപ്പോഴും പ്രണയവും അവളുടെ സംസാരം എപ്പോഴും ഒരു മ്യൂസിക് പോലെയുമായിരുന്നു അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. നസ്രി വനസ്രാഹു ഫി ഫലായിക്ക, നസ്രി ഞങ്ങൾ വരും, വനസ്രാഹു ഫി ഫലായിക്ക, എന്നിട്ട് നിന്റെ ആ ഒരു ഭൂമിയിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ഏതുവരെ? വരിയാഹു ബിഹി ഹുജൂദു, ഈ കാറ്റ് വരെ ഉറങ്ങിപ്പോകുന്നത് വരെ. അഥവാ ഞങ്ങൾ എന്താണ്, പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങി, എത്രത്തോളം കാറ്റ് വരെ ഉറങ്ങുന്നത് വരെ ഞങ്ങൾ ആ ഒരു ഭൂമിയിൽ ചെലവഴിക്കുമായിരുന്നു, ആ ഒരു പാർക്കിൽ സമയം ചെലവഴിക്കുമായിരുന്നു. ഒത്തയറു അഖഅദഹൽ ഖുറാം, പക്ഷികളെല്ലാം തൂങ്ങിയുറക്കം ഇരുത്തിയിട്ടുണ്ട്. അഥവാ പക്ഷികൾക്കൊക്കെ ഉറക്കം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നാസുനാമത്തി വൽ വുജൂദു, ജനങ്ങളും എല്ലാ സൃഷ്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനും അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാമുകിയും അവിടെ ഉറക്കമില്ലാതെ ഒരു പാർക്കിൽ ചെലവഴിക്കുകയാണ്. ഫനുബീതു ഫിൽ ഈനാസി, അങ്ങനെ ഞങ്ങൾ ആ ഒരു നേരം പോക്കിയതായിട്ട് സമയം ചെലവഴിച്ചു. യോബിത്തുനാബിഹിൻ നജ്മുൽ വഹീദു, ഒറ്റ നക്ഷത്രങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ട് സന്തോഷിക്കുകയും അതേപോലെ തന്നെ ഞങ്ങൾക്ക് നന്മയെത്താൻ, ഹയറെത്താൻ വേണ്ടിയിട്ട് അവരെല്ലാം ആഗ്രഹിക്കുകയും ചെയ്തു. അഥവാ ഞങ്ങളുടെ ഒരു സന്തോഷം കണ്ടിട്ട് നക്ഷത്രങ്ങൾ വരെ സന്തോഷിച്ചു. ഫീകുല്ലി വഫ്കിൻ ഫീകുല്ലി റുഖൈൻ വഖഫത്തുൻ, ഞങ്ങൾ അതിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വഫീകുല്ലി സാവിയത്തിൻ ഖുഅദു, അതിൻ്റെ എല്ലാ മൂലകളിലും ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ആ പാർക്കിൽ. അഥവാ ആ പാർക്കിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഞങ്ങൾ ആ പാർക്കിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. നെസ്കൈ വനുസ്ക, ഒരുപാട് പ്രണയം ഞങ്ങൾ കുടിക്കുകയും കുടിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അഥവാ പ്രണയങ്ങൾ ഞങ്ങൾ പരസ്പരം കൈമാറിയിട്ടുണ്ട്. വൽ ഹവാമാ ബൈന അയുനിന വലീദു, ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം പലപ്പോഴും വലീദു, അത് യാദൃഷ്ടികമായിട്ട് ഉണ്ടായി വരുന്നതായിരുന്നു. ഫമയൽ കുലൂബി തമായിമുൻ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തമായിമുൻ, ഏലസുകൾ ഉണ്ടായിരുന്നു. അഥവാ സ്നേഹത്തിൻ്റെ ഏലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണം തട്ടാതിരിക്കാൻ അതിനുള്ള സ്നേഹം, അതൊരു ഏലസ് പോലെയായിരുന്നു. ഓമയൽ ജുനൂബി ലഹു മഹൂദുൻ, ഞങ്ങളുടെ ഭാഗങ്ങളിൽ, ഞങ്ങളുടെ ശരീരങ്ങളിൽ മഹൂദുൻ, അതൊരു തൊട്ടിൽ പോലെയായിരുന്നു. അഥവാ ഒരു കുട്ടിയുടെ തൊട്ടിൽ പോലെ അത്രയും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിരുന്നു, ഞങ്ങളുടെ പ്രണയം കൈമാറാനുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിരുന്നു ഈ ഓബുപോലൂൻ. വൽ ഗുസ്നു യസ്ജുദു ഫിൽ ഫളായി, ഈ ഭൂമിയിൽ, ആ ഒരു പാർക്കിൻ്റെ ഭൂമിയിൽ കാറ്റടിച്ചുകൊണ്ട് മരങ്ങളുടെ ചില്ലകളെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട്. അഥവാ അതിങ്ങനെ താഴ്ന്നിട്ടുണ്ട്. വഹബദ മിൻഹു സുജൂദു, എത്ര മനോഹരമായിട്ടുള്ള സുജൂദുകളാണത്. വൻ നജ്മു യുൽഹിദുനാ ബിഐനിൻ മാ തഹൂലു വലാ തുഹീദു, ഒരിക്കലും മാറാത്ത തെറ്റാത്ത കണ്ണുകൾ കൊണ്ട് നക്ഷത്രങ്ങൾ ഞങ്ങളിങ്ങനെ
പക്ഷേ ഈ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഹത്താ ഇദാ ദഅഅത്തിൻ നവാ, ഞങ്ങളുടെ പഠനം അത് അവസാനിക്കുന്നത് വരെയായിരുന്നു. ഈ ഫ്രാൻസിലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. ആ ഒരു പഠനം അവസാനിക്കുന്നത് വരെയായിരുന്നു ഈ സന്തോഷ നിമിഷങ്ങളെല്ലാം. പഠനം അവസാനിച്ചപ്പോൾ ഇദാ ദഅഅത്തിൻ നവാ, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എന്താണ് തിരിച്ചു പോകൽ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അവർക്കൊക്കെ എന്താണ് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോവേണ്ടി വന്നു ഫ്രാൻസിൽ നിന്ന്. ഫതവദ്ദദൽ ശംലുൻ നദീദു, അവരുടെ ആ ഒരു കൂട്ടുകെട്ട് അവിടെ പിരികയും ചെയ്തു. അങ്ങനെ ആ സന്തോഷമുള്ള ദിവസങ്ങളെല്ലാം കടന്നു പോവുകയും ഇന്ന് ഞങ്ങളെല്ലാം വളരെയധികം വിദൂരത്തായിട്ട് പിരികയും ചെയ്തു. ബിത്ന വമിമ്മാ ബൈനനാ ബഹറുൻ, ബിത്ന ഞങ്ങൾ ഇന്ന് രാപ്പാർക്കുന്നത്, വമിമ്മാ ബൈനനാ ബഹറും വദൂനൽ ബഹരി ബീദുൻ, ഞങ്ങൾക്കിടയിൽ ഒരുപാട് മരുഭൂമികളും ഒരുപാട് കടലുകളൊക്കെ ഉണ്ട്. അത്രയ്ക്കും ദൂരങ്ങളാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. അഥവാ ഞങ്ങൾ ഇന്നെന്താണ് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇന്ന് എനിക്ക് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മളെന്താണ് ഒരുപാട് വിദൂരത്താണ്. ഏതുപോലെ ലൈല ബിമിസ്രിൻ വലൈലുഹാ ബിൽ ഗർബി, ലൈലക്ക് മജ്നൂനെ കാണാൻ എന്താണ് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് ലൈല കിടക്കുന്നത് എവിടെയാണ്? മിസ്രിലാണ്. മജ്നു കിടക്കുന്നതാണ് ലൈലുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്നേഹിതൻ അഥവാ ഖൈസ്. മജ്നൂൻ കിടക്കുന്നത് എവിടെയാണ്? ബിൽ ഗർബി, അയാളുള്ളത് ഇന്ന് പാശ്ചാത്യ ലോകത്തുമാണ്. അപ്പോൾ ലൈലക്ക് എന്താണ് ഉറബിലുള്ള മജ്നുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ലൈല മിസ്രിലും മജ്നുള്ളത് ഓർബിലുമാണ്. വഹുവ ബിഹാ സായിദു, ഈ മജ്നു ആണെങ്കിലോ വഹുവ ബിഹാ സായിദു, അവൻ ഈ ഒരു ഓർബിൽ എന്താണ് വളരെ സന്തോഷവാനുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിന്നെ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഒരുപാട് വിദൂരത്താണ്. നീയാണെങ്കിൽ അവിടെ വളരെ സന്തോഷത്തിലുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു കവിത അവിടെ അവസാനിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.